നമസ്കാരം, ഏവർക്കും അക്ഷയ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 400 രൂപയാക്കി എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഈ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ്? എല്ലാം വിശദമായി നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. ആദ്യം തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്നും മനസ്സിലാക്കാം. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് വർഷത്തിൽ 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ഇപ്പോൾ 125 ദിവസമാക്കി മാറ്റിയിട്ടുമുണ്ട്. ജോലി ചെയ്താൽ സർക്കാർ നിശ്ചയിച്ച ദിവസവേതനം ലഭിക്കും. ഇപ്പോൾ വന്ന പ്രധാന വാർത്ത, ജൂലൈ 1 മുതൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനത്തിൽ ചില സംസ്ഥാനങ്ങളിൽ വർധനവ് നടപ്പാക്കിയിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിനും വ്യത്യസ്തമായ വേതന നിരക്കാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു സംസ്ഥാനത്തെ വേതനം മറ്റൊരു സംസ്ഥാനത്തിന് ബാധകമാകണമെന്നില്ല. ഇതാണ് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. 400 രൂപ ലഭിക്കുമോ? സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് എല്ലാവർക്കും 400 രൂപ ലഭിക്കുമെന്നത്. എന്നാൽ നിലവിൽ രാജ്യത്തെ എല്ലാ തൊഴിലാളികൾക്കും 400 രൂപ എന്ന തരത്തിലുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ചില സംസ്ഥാനങ്ങളിൽ വേതനം ഉയർന്നിട്ടുണ്ട്. കേരളത്തിലെ വേതനത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്നതാണ് അന്തിമമായി പരിഗണിക്കേണ്ടത്. കേരളത്തിലെ തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്താൽ വേതനം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടോ, ജോബ് കാർഡിലെ വിവരങ്ങൾ ശരിയാണോ എന്നിവ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. ജോലി ലഭിക്കാതെ വന്നാൽ എന്ത് ചെയ്യാം? പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ജോലി ലഭിക്കുന്നില്ല എന്നത്. നിയമപ്രകാരം തൊഴിലാളികൾക്ക് ജോലി ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട്. ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടും ജോലി ലഭിക്കുന്നില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാം. ജോബ് കാർഡ് സൂക്ഷിക്കേണ്ടത് എന്തുകൊണ്ട്? ജോബ് കാർഡ് തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ്. ഇത് നഷ്ടപ്പെട്ടാൽ ഉടൻ പഞ്ചായത്ത് ഓഫീസിൽ അറിയിക്കണം. വിവരങ്ങൾ തെറ്റാണെങ്കിൽ തിരുത്തുകയും വേണം. വേതനം വൈകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തൊഴിലാളികൾക്ക് വേതനം വൈകി ലഭിക്കാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ അന്വേഷിക്കുക, തൊഴിലുറപ്പ് ഓഫീസറെ സമീപിക്കുക, ബാങ്കിൽ അക്കൗണ്ട് പരിശോധിക്കുക. ആധാർ നിർബന്ധമാണോ? പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്. ആധാർ വിവരങ്ങൾ കൃത്യമായിരിക്കണം. ബാങ്ക് അക്കൗണ്ടും ജോബ് കാർഡിലും തമ്മിലുള്ള വിവരങ്ങൾ പൊരുത്തപ്പെടുന്നത് വേതനം ലഭിക്കാൻ സഹായിക്കും. വ്യാജ വാർത്തകളിൽ വീഴരുത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇനി എല്ലാവർക്കും 500 രൂപ, ഇനി 200 ദിവസം ജോലി, എല്ലാവർക്കും ഒരേ വേതനം. ഇതുപോലുള്ള വാർത്തകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത പക്ഷം വിശ്വസിക്കരുത്. തൊഴിലാളികൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ജോബ് കാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കുക, ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പാക്കുക, മൊബൈൽ നമ്പർ പുതുക്കുക, പഞ്ചായത്ത് ഓഫീസുമായി ബന്ധം പുലർത്തുക, ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. സർക്കാരിന്റെ ലക്ഷ്യം തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക, ഗ്രാമവികസനം ശക്തിപ്പെടുത്തുക, സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക. ഇവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വീഡിയോയിലൂടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ വിശദമായി പങ്കുവച്ചു. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, രാജ്യത്തെ എല്ലാവർക്കും 400 രൂപ വേതനം ലഭിക്കുമെന്ന ഔദ്യോഗിക പ്രഖ്യാപനം നിലവിൽ വന്നിട്ടില്ല. സംസ്ഥാനം അനുസരിച്ച് വേതന നിരക്കുകൾ വ്യത്യാസപ്പെടാം. അതിനാൽ ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യങ്ങളുടെയും വിശ്വസ്തതയുള്ള അപ്ഡേറ്റുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.